ഇന്നത്തെ സംഘടിത മതങ്ങൾക്ക് മുമ്പ് വളരെയധികം ആരാധിക്കപ്പെട്ടിരുന്നൊരു ഗോത്ര ദൈവമായിരുന്നു സൂര്യൻ. ആഫ്രോ ഏഷ്യൻ വംശജരായ വിവിധ ഗോത്രങ്ങൾ അക്കാലത്ത് സൂര്യാരാധകരായിരുന്നു. അതിൽ ഈജിപ്ഷ്യരുടെ പ്രധാന സ്ഥാനത്തുള്ള ദൈവമായ റാ അല്ലെങ്കിൽ റേ എന്നൊക്കെ വിളിപ്പേരുള്ള ഇദ്ദേഹത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. സൂര്യപ്രകാശമില്ലാതെ ഭൂമിയിൽ ജീവൻ സാധ്യമല്ലെന്നുള്ള തിരിച്ചറിവായിരിക്കണം ഒരുപക്ഷെ സൂര്യാരാധനയുടെ അടിസ്ഥാനം. സൂര്യൻ്റെ ചലനം ദിവസങ്ങളെയും ഋതുക്കളെയും നിർണ്ണയിക്കുന്നതിനാൽ സൂര്യനെ കാലചക്രത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അജ്ഞാനത്തിന് തുളച്ചു കയറുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമായി സൂര്യൻ്റെ വെളിച്ചത്തെ കണ്ടിരുന്നു എന്നതും ആരാധനയ്ക്കുള്ള കാരണമാകാം. കൃത്യമായ ഇടവേളകളിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് അത്ഭുതത്തോടെ കണ്ട അപരിഷ്കൃതരായ അവർ അതിനെ ദൈവമായി ആരാധിച്ചതിൽ അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാരം, ഞാൻ ദാസണക്കര. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരാണിക ഈജിപ്തും അവരുടെ പുരാണ കഥാപാത്രങ്ങളും ആ നാഗരികതയും അക്കാലത്തെ ചരിത്രങ്ങളെയും കുറിച്ച് ഒട്ടേറെ അറിവ് നൽകുന്നതാണ്. അതിലെ കഥാപാത്രങ്ങൾ പ്രകൃത്യാതീത ശക്തിയും വിചിത്രമായ ആകാരവും ഉള്ളവരായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങളുമായി കെട്ടുപിണഞ്ഞാണ് ഈ സാങ്കല്പിക കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്, ആ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഭാഗികമായ ഒരു ചരിത്രം അത് ഉൾക്കൊള്ളുന്നുണ്ട്. 2, ആളുകളിൽ ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെയുള്ള ശരീരഘടന. 3, അതേ ചുറ്റുപാടുകളിലുള്ള മൃഗങ്ങളോടോ ചെറുപ്രാണികളോടോ സാദൃശ്യമുള്ള മുഖരൂപം. പറഞ്ഞു വരുന്നത് മിത്തുകളെക്കുറിച്ചാണ്. മിത്തുകൾ പലപ്പോഴും അജ്ഞാതമായ ഒരു ഉത്ഭവത്തിൽ നിന്ന്, ഭാഗികമായെങ്കിലും പാരമ്പര്യമായി കിട്ടിയ കഥകളിൽ നിന്നായിരിക്കും. യഥാർത്ഥ സംഭവമെന്ന് തോന്നിക്കുന്നത്ര മിക്കവുറ്റ രീതിയിലാണ് ഇത്തരം സൃഷ്ടികൾ. മിക്കവാറും ഇതേതെങ്കിലും ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവയാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത ചുരുക്കം ചിലതുണ്ട്. നമ്മുടെ നാരായണ ഭ്രാന്തൻ അല്ലെങ്കിൽ വിക്രമാദിത്യൻ തുടങ്ങിയ കഥകളൊക്കെ ഈ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ ഈ കഥകളിലൊക്കെ അതിഭാവുകത്വം ഒരുപാടുണ്ടെങ്കിലും ദൈവസങ്കല്പങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ വളരെ കുറവാണ്. എന്നാൽ പുരാണ കഥകളിൽ പ്രത്യേക പെരുമാറ്റങ്ങൾ, പ്രതീകാത്മക സ്ഥലങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവിടെ കഥാതന്തു വികസിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൻ്റെ എല്ലാ പോരായ്മകളും അറിവിൻ്റെ പരിമിതികളും ഈ കഥകളിൽ ഉണ്ടാകുകയും ചെയ്യും. നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതും എന്നാൽ സാധാരണ മനുഷ്യൻ്റെ അനുഭവത്തിൽ നിന്ന് വേറിട്ട് നിലവിലുണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ നിർബന്ധിക്കപ്പെടുന്നതുമായ ഒരു കാലഘട്ടത്തിലെ അസാധാരണ സംഭവങ്ങളിലോ സാഹചര്യങ്ങളിലോ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവങ്ങളെയോ മനുഷ്യാതീത ജീവികളെയോ കുറിച്ചുള്ള പ്രത്യേക വിവരണങ്ങളാവും മിത്തുകൾ. എന്നാൽ എല്ലാ മതവിശ്വാസങ്ങളിലെയും പ്രതീകാത്മകമായ ഇത്തരം കഥാപാത്രങ്ങൾ പുരാണ ആഖ്യാനങ്ങളെ ന്യായീകരിക്കാനോ അവയെ വിശ്വസനീയമാക്കാനോ ഒട്ടും തന്നെ ശ്രമിക്കുന്നില്ല. വിവരിച്ച കാര്യങ്ങൾ പ്രകൃതി നിയമവുമായോ സാധാരണ അനുഭവങ്ങളുമായോ എത്രമാത്രം പൊരുത്തക്കേടുള്ളവയാണെങ്കിലും ഓരോ മിത്തും സ്വയം ആധികാരികവും വസ്തുതാപരമായ വിവരണവുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മതപരവും അതുകൊണ്ട് തന്നെ വിശ്വാസപരവുമായ വേലിക്കെട്ടുകൾക്കുള്ളിൽ നിന്നാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ കഥാപാത്രവും ഒരു മതവിശ്വാസത്തിൻ്റെ ഊട്ടിയുറപ്പിക്കൽ ലക്ഷ്യമാക്കി സൃഷ്ടിക്കപ്പെടുമ്പോൾ പ്രത്യയശാസ്ത്രപരമായ യാതൊരു ചോദ്യം ചെയ്യലും ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, മിത്ത് എന്ന പദം കൂടുതൽ ലളിതവൽക്കരിക്കുകയും ചെയ്യും. കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നോ സ്വന്തം സമൂഹത്തിൽ നിന്നോ ഉള്ള മിഥ്യകളുടെ രൂപരേഖ സാധാരണയായി വളരെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും സ്വന്തം കാലത്തും സമൂഹത്തിലും പ്രബലമായ ഇത്തരം കെട്ടുകഥകളെ തിരിച്ചറിയുന്നത് എപ്പോഴും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതൊരു വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം
ഒരു മിത്ത് അതിൻ്റെ അധികാരം സ്ഥാപിച്ചെടുക്കുന്നത് സ്വയം തെളിയിക്കുന്നതിലൂടെയല്ല, മറിച്ച് സ്വയം അവതരിപ്പിക്കുന്നതിലൂടെയാണ്. ഈ അർത്ഥത്തിൽ അതിൻ്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാതെ ഇരിക്കുമ്പോൾ മാത്രമേ പുരാണത്തെ വിശദമായി പ്രതിപാദിക്കാനും കഴിയൂ. പുരാണങ്ങളുടെ സാധ്യതയോ സത്യമോ വാദിക്കാനും തെളിയിക്കാനും നമുക്ക് വളരെ പെട്ടെന്ന് കഴിയുന്നതാണ്. പക്ഷേ കെട്ടുകഥകൾ തെളിവില്ലാത്ത അതിശയകരമായ സംഭവങ്ങൾ വിവരിക്കുന്നതിനാൽ അവ വസ്തുതാപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളാണെന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. കൂടാതെ ഇവ സത്യമല്ലെന്ന് ബോധ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതായോ തോന്നുകയും ചെയ്യാം. ഇതൊക്കെയാണെങ്കിലും മതങ്ങളെക്കുറിച്ച് പഠിക്കുമ്പം ഇത്തരം കെട്ടുകഥകളെയും കഥകളെയും ചരിത്രത്തെയും തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ്. ആധുനിക വിജ്ഞാന ശാഖകൾ നൽകുന്ന ഈ വിഷയത്തോടുള്ള വിവിധ സമീപനങ്ങൾ കണക്കിലെടുത്ത് അവയുടെ സ്വഭാവം, സാംസ്കാരിക തലത്തിൽ ഇവയ്ക്കുള്ള സ്വാധീനം, മിഥ്യയുടെ തരങ്ങൾ എന്നിവയൊക്കെ ഒരു സാമാന്യ ധാരണ ഉണ്ടാക്കാനാണ് ഇത്രയൊക്കെ പറഞ്ഞത്. എല്ലാ സമൂഹത്തിലും ഐതിഹ്യങ്ങളുണ്ട്. തീർച്ചയായും അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്ന് പറയാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവയുടെ വൈവിധ്യം വളരെ വലുതായതിനാൽ മിഥ്യകളുടെ സ്വഭാവത്തെക്കുറിച്ച് സാമാന്യവൽക്കരിക്കാൻ പ്രയാസമാണ്. എന്നാൽ അവയുടെ പൊതു സ്വഭാവങ്ങളിലും വിശദാംശങ്ങളിലും ഉള്ള മിഥ്യാധാരണകൾ ജനങ്ങളെ സ്വാധീനിക്കുകയും അത് അവരുടെ പ്രതിച്ഛായയെ പ്രതിഫലിപ്പിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത് വ്യക്തമാണ്. ഇതൊക്കെയാണെങ്കിലും വ്യക്തിഗത സമൂഹങ്ങളെയും മനുഷ്യ സംസ്കാരത്തെയും മൊത്തത്തിൽ പഠിക്കുന്നതിൽ മിഥ്യകളുടെ പഠനത്തിന് നല്ല പ്രാധാന്യമുണ്ട്. പുരാതന ഈജിപ്തിൻ്റെ സ്രഷ്ടാക്കളെന്ന് അവർ വിശ്വസിക്കുന്ന ദേവന്മാരിൽ ഒരാളായ റേ, അതായത് സൂര്യദേവൻ, റേ, റീ, റ എന്നൊക്കെയുള്ള പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പം അവൻ തൻ്റെ സൗര പുറന്തൊലിയിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കുമെന്നും രാത്രിയിൽ പാതാളത്തിലൂടെ മറ്റൊരു പുറന്തൊലിയിലൂടെ കടന്നു പോകുമെന്ന് അവർ വിശ്വസിച്ചു. അവിടെ പുതിയ ദിവസത്തിനായി വീണ്ടും ജനിക്കുന്നതിന് അപ്പോക്കിസ് എന്ന ഒരു ദുഷ്ടസർപ്പത്തെ പരാജയപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു. സ്രഷ്ടാവായ ദേവന്മാരിൽ ഒരാളെന്ന നിലയിൽ അവൻ ആദിമ കുന്നിലെ അരാജകത്വത്തിൻ്റെ സമുദ്രത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും അവൻ സ്വയം സൃഷ്ടിക്കുകയും പിന്നീട് മറ്റ് 8 ദൈവങ്ങളെ കൂടി ജനിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് പുരാതന ഈജിപ്തുകാരുടെ പുരാണങ്ങളിൽ പറയുന്നത്. ഈ ആദിമ കുന്ന് എന്നത് മറ്റൊരു കഥയാണ്. വിവരണം വല്ലാതെ നീണ്ടുപോകും എന്നുള്ള ചെറിയൊരു വിശദീകരണം തരാം. ഈജിപ്തിലെ കർണാക്കിലുള്ള 4-ാം രാജവംശത്തിൻ്റെ കാലത്തോടെ റേ ദേവന്മാരുടെ മുൻനിരയിലേക്ക് ഉയർന്നു. റേയും മറ്റ് ദേവന്മാരും തമ്മിൽ നിരവധിയായ സമന്വയങ്ങൾ ഉണ്ടായതായും പറയുന്നുണ്ട്. അവരൊക്കെ റീ ഹരക്റ്റി, അമൺ റേ, സെബക് റേ, ഖും റേ എന്നിങ്ങനെയുള്ള പേരുകളാലും അറിയപ്പെട്ടു തുടങ്ങി. മറ്റ് ദൈവങ്ങളുടെ വിശേഷണങ്ങളും റേയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹോറസുമായുള്ള സഹവാസത്തിലൂടെയാണ് റീഹരക്റ്റി ആയതും ഫാൽക്കണിൻ്റെ, അതായത് പരുന്നിൻ്റെ തലയുള്ള രൂപമുണ്ടായതും ഇവരുടെ മിക്ക ദൈവങ്ങളും ഫാൽക്കണിൻ്റെ തലയുണ്ടായിരുന്നു എന്ന് വേറൊരു വൈചിത്ര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധനയുടെ കേന്ദ്രമായിരുന്ന ഓനിൽ നിന്ന്, അതായത് ഹെലിയോപോളിസിലുള്ള ഓൻ എന്ന സ്ഥലത്ത് നിന്ന് റേയുടെ സ്വാധീനം വളരെയധികം വ്യാപിച്ചു. 4-ാം രാജവംശം മുതൽ രാജാക്കന്മാർക്ക് റേയുടെ പുത്രൻ എന്നൊരു പദവിയും കിട്ടി. റേ പിന്നീട് അവർ സ്ഥാനാരോഹണത്തിനായി ഉപയോഗിച്ച സിംഹാസനത്തിൻ്റെ പേരിൻ്റെ ഭാഗവും കൂടിയായി. പ്രപഞ്ചത്തിലെ അവകാശത്തിൻ്റെയും നീതിയുടെയും ആത്യന്തിക സ്രോതസ്സായി മാറി റേ. തേപ്സിൽ 11-ാം രാജവംശത്തിൻ്റെ അവസാനത്തിൽ ഒരു സഹസ്രാബ്ദത്തിലേറെയായി പാന്തിയോണിൻ്റെ പ്രധാന ദൈവവും ദൈവങ്ങളുടെ രാജാവും രാജാക്കന്മാരുടെ രക്ഷാധികാരിയുമായി മാറി അമൺ റേ. അമർന കാലഘട്ടത്തിൽ സൺഡിസ്കിൻ്റെ ബ്രിട്ടൻ ആരാധനയുടെ സൂര്യാരാധന സമൂലമായ ലളിതവൽക്കരണവും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനവും ഏകദൈവത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ തുടക്കവുമായി.
പുരാതന ഈജിപ്ഷ്യൻ ദൈവങ്ങളിൽ ഏറ്റവും പഴയതും സൂര്യദേവനായ റേയുടെ പിതാവുമാണ് കന്യാസ്ത്രീ. ഇപ്പൊ കന്യാസ്ത്രീയുടെ പേരിൻ്റെ അർത്ഥം ആദിമ ജലം എന്നാണ്. കൂടാതെ അദ്ദേഹം അരാജകത്വത്തിൻ്റെ ജലത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. അതിൽ നിന്നാണ് സൃഷ്ടി ആരംഭിച്ചതെന്ന് പറയുന്നു. അതിരുകളില്ലാത്തതും ഇരുട്ടും കൊടുങ്കാറ്റുമുള്ള വെള്ളത്തിൻ്റെ പ്രക്ഷുബ്ധതയുമായിരുന്നു കന്യാസ്ത്രീയുടെ പ്രത്യേകത. സൃഷ്ടി ഐതിഹ്യങ്ങളിൽ നൂനിലെ അരാജകമായ വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും രൂപപ്പെട്ട ഒരു പുരാതന കുന്നിൻ്റെ ആവിർഭാവത്തിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പം ഇതാണ് മുമ്പ് പറഞ്ഞ ആദിമ കുന്ന്. അപ്പോൾ ആദിമ സമുദ്രം രൂപപ്പെടുത്തിയ പ്രപഞ്ചത്തെ ചുറ്റിപ്പറ്റി സൃഷ്ടികഥകൾ വിശ്വസിക്കപ്പെട്ടതിനാൽ സൂര്യദേവൻ അരാജകത്വത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴൊക്കെ ഓരോ സൃഷ്ടി ഓരോ ദിവസവും പുനരാവിഷ്കരിക്കപ്പെടുന്നതായി അവർ കരുതി. നൈൽ നദിയുടെ എല്ലാ വർഷത്തെയും വെള്ളപ്പൊക്കത്തിൻ്റെ സ്രോതസ്സായി കന്യാസ്ത്രീ നിലനിൽക്കുന്നതായും ഒക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. ഗ്രീക്കിൽ ഹീലിയോപോളിസ് എന്നും ഈജിപ്ഷ്യനിൽ ഇയുനു അല്ലെങ്കിൽ ഓനോ എന്നും ബൈബിൾ കഥകളിൽ ഓൺ എന്നും അറിയപ്പെടുന്ന നഗരമാണ് ഹീലിയോപോളിസ്. എന്നാൽ ഹീലിയോപോളിസ് ഒരു രാഷ്ട്രീയ കേന്ദ്രം എന്നതിലുപരി ഒരു മതകേന്ദ്രമായിരുന്നു. 5ാം രാജവംശത്തിൻ്റെ കാലത്ത് അവിടെ പൗരോഹിത്യത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. പ്രഭാത സൂര്യനായ ദൈവം ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. ഇതാണ് ഖേപ്രി. ഈജിപ്ഷ്യൻ ചാണക വണ്ടിൻ്റെ അല്ലെങ്കിൽ സ്കാർബ് വണ്ടിൻ്റെ തലയുള്ള മനുഷ്യൻ്റെ രൂപത്തിലാണ് ഖേപ്രി എന്ന ഈ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രഭാത സൂര്യൻ എന്ന നിലയിൽ അവൻ സൂര്യദേവൻ്റെ ഒരു ഭാവമായി തന്നെ കണക്കാക്കപ്പെട്ടിരുന്നു. ഖെപെര, ഖോപ്രി, ഖെപ്രേർ അല്ലെങ്കിൽ ചെപര എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ദൈവസങ്കല്പം പുരാതന ഈജിപ്തുകാർ വണ്ടുകൾ നിലത്തുകൂടെ ചാണക ഉരുളകൾ ഉരുട്ടുന്നത് നിരീക്ഷിച്ചു. ആഴ്ചകൾക്ക് ശേഷം ഭൂഗർഭ അറകളിൽ അത്തരം ചാണക പന്തുകൾ എന്ന് പുതിയ വണ്ടുകൾ ഉയർന്നു വരുന്നത് കണ്ടു. അവർ അത്ഭുതപ്പെട്ടു. അപ്പോൾ ചാണക വണ്ട് അതിൻ്റെ പന്ത് നിലത്തോടെ ഉരുട്ടുന്നത് പോലെ റേ അല്ലെങ്കിൽ ഖേപ്രി സൂര്യനെ ആകാശത്തുരുട്ടുകയാണെന്ന് അവർ കരുതി. ഖേപ്രി ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും അത് നിഷ്ക്രിയമായ പദാർത്ഥത്തിൽ നിന്ന് പുതിയ സ്കാർബ് വണ്ടുകൾ ഉത്ഭവിക്കുന്നത് പോലെ സമാനമായ ഒന്നാണെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചു. അപ്പോൾ അതുകൊണ്ട് വണ്ട് ഖേപ്രി ദേവൻ്റെ അവതാരമാണെന്നാണ് അവർ കരുതിയത്. അതിനാൽ സ്കാർബിൻ്റെ ആകൃതിയുള്ള അമ്യൂലറ്റുകൾ ഉണ്ടാക്കി അത് ദേഹത്ത് ധരിച്ചാൽ ദൈവത്തിൻ്റെ ശക്തിയും സംരക്ഷണവും ലഭിക്കുമെന്നും ധരിക്കുന്നയാളുടെ പുനർജന്മം സുരക്ഷിതമാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെട്ടു. പുനർജന്മവും പാതാളത്തിലൂടെ സുരക്ഷിതമായ കടന്നുപോകൽ ഉറപ്പാക്കാൻ അത്തരം അമ്യൂലറ്റുകൾ പലപ്പോഴും മമ്മിഫൈ ചെയ്ത മൃതദേഹത്തോടൊപ്പം അവർ കുഴിച്ചിടുമായിരുന്നു. ഈ സ്കാർബുകളിൽ പലതും മോർച്ചറി ഗ്രന്ഥങ്ങളുടെ ശേഖരമായ മരിച്ചവരുടെ പുസ്തകത്തിൽ നിന്നുള്ള ലിഖിതങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് പോകുന്ന റോമൻ പട്ടാളക്കാർ സ്കാർബ് വളയം ധരിച്ചിരുന്നതായി പുരാവസ്തു രേഖകളിലും കാണുന്നുണ്ട്. ഈജിപ്തിൽ വണ്ടിൻ്റെ ആരാധനയ്ക്ക് റേ ആരാധനയേക്കാൾ പഴക്കമുണ്ട്. ചില കെട്ടുകഥകളിൽ ഖേപ്രി തന്നെ ആദിമ അരാജകത്വത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് ഉത്ഭവിച്ച് പ്രപഞ്ചം സൃഷ്ടിച്ചതായും പറയുന്നുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഖേപ്രിയുടെ രൂപത്തിലുള്ളത് റീ ആണെന്നും അതേ കഥകളിൽ തന്നെ കാണുന്നു. അപ്പോൾ സ്വന്തം നിഴലുമായുള്ള വേഴ്ചയിലൂടെ ഖേപ്രി പിന്നീട് വായുദേവനായ ഷൂവിനെയും ഈർപ്പത്തിൻ്റെ ദേവതയായ ടെഫ്നെറ്റിനെയും ജനിപ്പിച്ചു. അവരിൽ നിന്നാണ് ബാക്കി ദേവന്മാരുടെ ഉത്ഭവം എന്നാണ് മറ്റൊരു കഥ. 18ാം രാജവംശത്തിൽ ആദ്യകാല അറിയപ്പെടുന്ന ഏകദൈവ രാഷ്ട്രത്തലവനായ അഖൈനാറ്റൻ ഈജിപ്തിലെ ബഹുദൈവ ആരാധന ഏകദൈവ വിശ്വാസത്തിലേക്ക് മാറ്റി. അപ്പോൾ അതാണ് ആറ്റനിസം. അഖൈനാറ്റൻ്റെ സ്വന്തം പ്രദേശത്തെ ഭരിക്കുന്ന സൂര്യദേവനായ അമൻറ ഉൾപ്പെടെ മറ്റെല്ലാ ദേവതകൾക്കും പകരം ആറ്റൻ വന്നു. മറ്റ് ദേവതകളെപ്പോലെ ആറ്റിന് ഒന്നിലധികം രൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സിമ്പിൾ സൂര്യൻ്റെ പ്രതീകമായ ഡിസ്കായിരുന്നു. അഖൈനാറ്റൻ്റെ മരണത്തിന് തൊട്ട് പിന്നാലെ അഖൈനാറ്റൻ്റെ ഭരണകാലത്ത്
ആറ്റും സ്വീകരിക്കേണ്ടി വന്ന മതനേതാവും അമൻ റായിലെ ഉന്നത പുരോഹിതനും തുത്തൻഖാമൻ്റെ ഉപദേഷ്ടാവുമായിരുന്ന ടുട്ടൻ ഖാട്ടൻ പരമ്പരാഗത ദേവതകളുടെ ആരാധന പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഇത്തരം കഥകൾ പറഞ്ഞാൽ അവസാനിക്കാത്ത അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരം ചരിത്രപരമായ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.